500 പേര് കണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഇനി 500 പേരൂടെ കണ്ട് സെപ്പറേറ്റ് ഇത് നല്ലതുപോലെ ചെയ്യണം. എന്നാലേ നമുക്ക് വരുമാനം കിട്ടും. ഇതിൽ നിന്ന് ആദ്യം എത്ര കിട്ടിയാലും നിങ്ങൾക്ക് എന്നെ തരും? പിന്നീട് കിട്ടണതാ തരൂല്ല. പിന്നീട് അത് നല്ലതേ ഉള്ളു. പിന്നീട് തരൂല്ല. പിന്നീടും തരും. അതിൻ്റെ ഒരു വിഹിതം നമ്മൾ എടുത്തിട്ട് തരും. ഇപ്പം നമുക്കൊരു മാസം ഒരു 10,000 കിട്ടിയെന്ന് വെച്ചു, ഒരു ഉദാഹരണം. 10,000 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 തന്നിട്ട് 9,000 നമ്മൾ എടുക്കും. പിന്നീട് 1000 രൂപ എന്തിനും എനിക്ക് ഞാൻ കൊണ്ടുപെടാൻ വഴിയില്ല. എൻ്റെ 1000 അല്ല, പിന്നെ എത്ര വേണം? എനിക്ക് 15,000 രൂപ നമ്പർ കിട്ടണം. ദയവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണേ. നിങ്ങൾ കിട്ടും പോലെ എനിക്ക് ഒരു വീതം തന്നാൽ മതി. വേറെ കിട്ടുന്നത് എനിക്ക്. ഓക്കെ. അപ്പം ആദ്യം കിട്ടണത് ഫുള്ള് ഞാൻ തരും, അമ്മ മൈ തരും. രണ്ടാമത് കിട്ടണ എത്ര, പിന്നെ കിട്ടണ എല്ലാ ശമ്പളത്തിന്റെയും 10%. 10% വേണോ 50% വേണോ? നിങ്ങൾ എടുക്കും പോലെ എനിക്ക് തരണം. ഓക്കെ. അപ്പൊ 50%. അതാണ് നമ്മുടെ ഡീല്. ഓക്കെ, ശരി. അപ്പൊ ഇനി മുതലുള്ള എല്ലാ കാര്യങ്ങളും, നാളെ ഇലക്ഷൻ ആണ്. നാളെ 4-ാം തീയതി. നാളെ നമ്മള് ലൈവില് വരും. വരൂ? എവിടെ ലൈവില് വരൂലേ? അവിടെ നല്ല എളുപ്പമാണ് ലൈവില് പോകാൻ. അവിടെ വണ്ടിയകത്ത് നിന്നാ മതി. എവിടെ? വെഞ്ഞാറോട്ടില്ല. വെഞ്ഞാട്ടി എന്നിട്ട് ലൈവില് പോണം. ഞാനെങ്ങും വരണില്ല. എനിക്ക് വയ്യാതെ ഇരിക്കണ. ഞാൻ പറഞ്ഞിട്ട് വരില്ല. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്. നിന്റെ ഒരു ചോദ്യം കെട്ടിയ ഞാൻ പറഞ്ഞുതരാം. അല്ല, അരളിപ്പൂ സത്യമായിട്ട് അരളിപ്പൂ വെച്ച ഒരു കൊച്ചു മരിച്ചു. എവിടെ? കേരളത്തിൽ തന്നെ. അതിനുശേഷം ഇപ്പൊ കേരളത്തിൽ അരളിപ്പൂ വളർത്താൻ പാടില്ലെന്നും നട്ടുപിടിപ്പിക്കാൻ പാടില്ലെന്നും എല്ലാ ലെവലിലും പറയുന്നു. തന്നെ ഇനിയും മുറിച്ച് കളയണം. കണ്ടിക്കാൻ പറഞ്ഞിട്ട് കണ്ടിക്കണ്ട. എനിക്കൊരു ശീലമുണ്ട്. ഞാൻ ഈ വെറുതെ ഇലകളൊക്കെ എടുത്ത് കടിക്കല്ലേ. ഇനി കടിക്കല്ലേ. ചെറിയ കാലം നിനക്ക് അതിന് വിഷം ഇറങ്ങിയില്ല. ഇപ്പൊ വിഷം ഇറങ്ങിയെങ്കിൽ ഇറങ്ങിക്കൊണ്ട് പോട്ട്. അള്ളിപ്പൂ ഇത്ര വിഷം വരുന്ന നിങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടില്ലേ? ഇത്രേ കാലം കൊണ്ട് നിൽക്കണം. അതുവരെ ഒരു വിഷമെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഈ ഇടക്കാലത്ത് വിഷമെന്ന് പറയുന്നു. ഞാൻ തിന്നിട്ടില്ല ഇതുവരെ. തിന്നിട്ട് അമ്മ അള്ളിപ്പൂ പറിച്ചു തരട്ടെ, ഒന്ന് കഴിക്കോ? ഇത് കൊണ്ടുപോവാ. ഞാൻ കഴിച്ച് കാണിച്ചു തരാൻ. മരിക്കുകയില്ല. അല്ല, ഇവര് കഴിച്ചാലും കുഴപ്പമില്ല. വയസ്സാം കാലല്ലേ, നമ്മളിപ്പോ പോയാലും കുഴപ്പമില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോയെന്തിന്? അവിടെ എവിടെ പോണം? എന്തൊരു മീൻ കിടക്കണേ. അവൻ കൊണ്ടുവരാമെന്നോ? ഇല്ലെങ്കിൽ അവൻ നാളെ കൊണ്ടുതരാം. അതാണ് മീൻ കൊണ്ട് കുറെ നാളെ എല്ലാരും മീനാ കൊണ്ടുപോവാ. വാള കൊണ്ടുപോവാ. ഇന്നാളെ എന്തൊരു കേട്ടതാ. ഇന്നാളെ എന്നോട് എന്തൊരു വളരെ നേട്ടം എന്തൊരു മീൻ വേണം പറ്റി. ഞാൻ മതി ഉള്ളത് കഞ്ഞാ കണവേ എന്തെങ്കിലും കൊണ്ടുപോകുന്നു. ഇത്രയും കാലവും വർഷമായി. ഇപ്പൊ മാസം 6 ആയി ഇതുവരെ. ഞാൻ ഈ പുള്ള ചിമ്മം കൊണ്ടുവന്നാൽ എനിക്ക് വേണ്ടതാണ്. വാളയില്ല. ആളെ ഇന്ന് കൊണ്ടുവന്നത് കൂടാ പകരം സവാളക്കറി. അതൊക്കെ അതിന്റെ പട്ടിയിലൊമ്പത്തൂടാട്ട മോനെ. ഇത്ര മാസം കൊണ്ട് മീനില്ലെന്നറിയാമോ? കടപ്പുറത്ത് മീനില്ല. ഭയങ്കര ചൂട്. മീനൊക്കെ ഉൾവലിഞ്ഞ് കിടക്കുകയാണ്. അല്ല, മീനില്ല. വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് വരണില്ല. പറയണ്ട, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയപ്പോഴാണ് അറിയാനുള്ളത്. അപ്പൊ അത് പറഞ്ഞു വെച്ചക്കണ്ടേ. പിന്നെ നിങ്ങൾ ഈ നാട് നിങ്ങളെ പറഞ്ഞു കിടക്കണതാ. ഞാൻ അമ്മച്ചിയുടെ മാപ്പിളയാ പറഞ്ഞ. ഞാനാരുടെയും പറയാൻ നടക്കാം. നീയൊക്കെയാണ് കോല കോല വിളിക്കണത്. ഞാൻ ഒരുത്തരുടെയും പറയാൻ പോണില്ല. എനിക്ക് പ്രാന്തെടുത്താ എനിക്ക് പ്രാന്ത്. പിന്നെ ഇന്നലെ പറഞ്ഞതാ ഒരുപാട് വരുമാനം കിട്ടി, ഞാൻ തന്നില്ലെന്ന്. നാട്ടുകാരുടെ പറഞ്ഞ. നാട്ടുകാരുടെ പറഞ്ഞ യൂട്യൂബിലൂടെ 500 രൂപ ആയില്ല. 1000 പേരായ പിന്നെ കുഴപ്പമില്ല. മാതൃഭൂമിയിലെ ആൾക്കാർ വന്നു. മുകളിലത്രയും പന്നിയും അത്രയും നശിപ്പിച്ചെന്ന് പറഞ്ഞു. മൊത്തത്തില് ഉദിമൂടെന്ന് പേര് മാറ്റണം, പന്നിമൂടെന്ന് ആക്കണം അവർ പറയണം. അല്ല, മോളിൽ അത്രയും പന്നി നശിപ്പിച്ച്. പന്നികൾ നശിപ്പിച്ചെടുക്ക. നമ്മളെവിടെ ഇറങ്ങിയില്ല. നശിപ്പിച്ചില്ല. അവിടുത്തെ റബ്ബറെല്ലാം പന്നി. ഞാൻ വെള്ളം വിളിച്ചോണ്ടിരിക്കണ. എന്നാ ചെയ്യാ? എന്റെ അരികുടുക്കോടായി. നിങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ കാണുന്ന ആൾക്കാരുടെ കുറച്ച് ആൾക്കാരുടെ എന്താണ് പറയാനുള്ളത്? സെപ്പറേറ്റ് ചെയ്യട്ടെ. സെപ്പറേറ്റ് ചെയ്ത് എന്തിനാണ്? പൈസ സെപ്പറേറ്റ് ചെയ്താൽ പൈസ കിട്ടണം തന്നെ. അത്രേ ഉള്ളൂ.
അതുകൊണ്ട് എല്ലാവരും എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ ആ മൂവി ചെയ്യണേ, വേണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട. ഇനി പൈസ കിട്ടുമ്പോഴുള്ള കളിയേ ഉള്ളൂ. എപ്പോഴായാലും അതുപോലെ ഒന്നും പറയത്തില്ല. അത് പറഞ്ഞിട്ട് മറ്റേ കടയിലെ പണി തുടങ്ങിയാട്ടാ, ചിക്കൻ കടയില ഏത് താഴെ ഉദിമുള്ള. ആരടാ അത് എവിടെയുള്ളൂ? മലപ്പുറം. മലപ്പുറക്കാരന് നീ നുണ പറയാതെ ചുമ്മാ ഒട്ടുമെങ്കിൽ ഇതെന്തൊരു കൂടെ നാളെ ഇതെന്തേലും പറ്റി അയ്യ പറ്റിയ അത് മറ്റേ ഇത് കട്ടവേ ആക്ക് അല്ല അങ്ങനെ കൊണ്ടുപോകണം. ജയിച്ചാ പിള്ളേര് മൂന്ന് നല്ല കാര്യം തോക്കണത്. തോക്കൂലല്ലോ. ഇപ്പഴേ തോപ്പിച്ചാലുണ്ട് കാര്യം തൂങ്ങും വന്ന് വീട്ടിൽ. 10 A+, 9 A+ വാങ്ങിച്ച ഒരു കൊച്ചാണ് തൂങ്ങിയത്. 100-ല് 89 മാർക്ക് കിട്ടിയതിന് തൂങ്ങി, 100 കിട്ടാത്തേ. അതൊക്കെ ചത്തേ ഉള്ളാവും. അതൊക്കെ എപ്പോഴായാലും ചത്താലേ ഉള്ളാവും. അത്ര പോക്കൃത്തരെ കാണിച്ചാൽ തന്നെ അത്രേ ഉള്ളൂ. നിങ്ങളെ കാര്യത്തിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഞാൻ വിളിച്ചിരിക്കും. സ്കൂളിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പോയിട്ടുണ്ട്. പിന്നെ വിളിച്ചിരിക്കാന്ന് പറഞ്ഞു? ചിലപ്പോ വിളിച്ചിരിക്കും. സാറടിക്കുമെന്ന് പറഞ്ഞ് ചിലപ്പോ വിളിക്കും, ചിലപ്പം പോകും. സാർ അടിക്കുമെന്ന് വായിക്കാൻ ഇപ്പൊ കണ്ണു കണ്ടൂടാ, വായിച്ചോട്ടിട്ട്. പഠിക്കാൻ പോയ സമയത്ത് പ്രേമൊക്കെ ഉണ്ടായിരുന്നു? പ്രേമം മൈരുവൊന്നുമില്ല. അന്ന് പ്രേമം വന്നിരുന്ന് കത്ത് കിടക്കണ മൈരുകൾ കിടന്നു പ്രേമിക്കണമെന്ന്. നമ്മളെ കാലത്ത് അതൊന്നും ഇല്ലടേ. നമ്മൾ മാനമായിട്ട് ജീവിച്ചു. ഇതി നോക്കി പറ. അതിൽ തന്നെ നോക്കി പറയേണ്ടത്. അങ്ങോട്ടല്ലേ നോക്കി പറഞ്ഞത്? നമ്മളെ ചാനൽ അത്രമേ ചെയ്യണേന്നാ, കുഴിച്ചാക്കണേന്നാ. നമ്മൾ ഒരുപാട് നാള് ഇങ്ങനെ ചുമ്മാ തമാശ കളിച്ച് നടന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് ഒരുപാട് ലക്ഷങ്ങൾ കണ്ട്. പക്ഷെ അത് യൂട്യൂബിലായിരുന്നെങ്കിൽ നമുക്ക് എത്ര രൂപ വരുമാനം കിട്ടിയെന്ന് അറിയാമോ? നാളെ റിസൾട്ടാണ് ഇലക്ഷൻ്റെ. അതിന്റെ വാക്കട്ട് ആരും വോട്ട് കിട്ടിയവര് ജയിക്കും. എനിക്കൊന്നും തോന്നണില്ല, അറിയുമെന്നാണ്. നമ്മളെ വീഡിയോ ഇപ്പൊ ആൾക്കാർ കാണുന്നുണ്ട്. കാണിയ കാണാതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വലിച്ചു കീറി കളയട്ടെ. എനിക്ക് രണ്ടായാലും കളക്കും. എന്തൊരു പറ്റി? കുറവുണ്ടാ? ഓഹോ, ആശുപത്രി പോയത് കുറവുണ്ടോ? അങ്ങനെ വന്ന് കിടക്കുകയാണ്. ശ്വാസം കാര്യം പറയാ. അല്ല, ശ്വാസം വിട്ട ഒരു ഇതൊന്നും കണ്ടില്ല മുഖത്ത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ശ്വാസം വിട്ട ഒരു ഇതും കാണാനില്ല. ഇത് കള്ളോണാന്ന് അവത്ത് വെളിയിലിട്ടിട്ടില്ലല്ലോ. ശ്വാസം മുട്ടുപോലെ അവത്ത് വെളിയിലിട്ടേക്കാനാ.